ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 16-ാം അധ്യായം. മൈത്രേയ ഉവാച. ഇതി ബ്രുവാണം നൃപതീം ഗായകാ മുനിചോദിതാഃ തുഷ്ടവുസ്തുഷ്ടമനസസ്തദ്വാഗമൃതസേവയാ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം പൃഥുരാജാവ് പറഞ്ഞ വാക്കാകുന്ന അമൃതത്തെ സേവിച്ചതുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന സൂതമാഗതാദികളായ ഗായകന്മാരോട് മുനിമാർ പൃഥുഗുണങ്ങളെപ്പറ്റി കീർത്തിപ്പാൻ പറഞ്ഞതിനാൽ രാജാവിനെക്കുറിച്ച് താഴെ വിവരിക്കുന്ന വിധത്തിൽ അവർ സ്തോത്രം ചെയ്തു. നാലം വയം തേ മഹിമാനുവർണ്ണനെ യോ ദേവവര്യോ വദതാരമായയാ വേനാംഗജാതസ്യ ജ പൗരുഷാണി തേ വാചസ്പതീനാം അഭിബഭ്രമൂർധിയഃ. ഹേ പ്രഭോ, അങ്ങയുടെ മഹിമയെ ക്രമത്തിൽ വർണ്ണിക്കുന്നതിന് ഞങ്ങൾ ശക്തന്മാരല്ല. എന്തുകൊണ്ടെന്നാൽ ദേവന്മാരിൽ അതിശ്രേഷ്ഠനായ ശ്രീഹരി തന്നെ സ്വേച്ഛയാ അങ്ങയുടെ സ്വരൂപത്തെ ധരിച്ച് അവതരിച്ചിരിക്കുകയാകുന്നു. വേനൻ്റെ ശരീരത്തിൽ നിന്ന് അവതരിച്ച അങ്ങയുടെ പരാക്രമങ്ങളെ വർണ്ണിക്കുന്നതിൽ വാഗ്പതികളായിരിക്കുന്ന ബ്രഹ്മവാദികളുടെ ബുദ്ധിവൃത്തികൾക്കും പരിഭ്രമം സംഭവിക്കും. ആ സ്ഥിതിക്ക് ഞങ്ങളെപ്പറ്റി പറയുവാനുണ്ടോ? അഥാപ്യുദാരസ്രവസപ്രദോർഹരേഹേ കലാവതാരസ്യ കഥാമൃതാദൃതാഃ യഥോപദേശം മുനിഭിഃ പ്രചോദിതാഃ ശ്ലാഘ്യാനി കർമാണി വയം വിദന്മഹി. അശക്തന്മാരാണെങ്കിലും സകല ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയുടെ അംശാവതാരമായ അങ്ങയുടെ കഥാമൃത സേവയിൽ അത്യാദരത്തോടുകൂടിയ ഞങ്ങൾ മുനിമാരുടെ ഉപദേശത്തെ അതിക്രമിക്കാതെയും അവരുടെ പ്രേരണയെ അനുസരിച്ചും സർവാർത്ഥ സാധകമായിരിക്കുന്ന യശസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളും ശ്ലാഘ്യങ്ങളുമായിരിക്കുന്ന കർമ്മങ്ങളെ വർണ്ണിക്കുന്നു. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താജ ധർമ്മസേതൂനാം ശാസ്താ തത്പരിപന്തിനാം. ഇദ്ദേഹം ധർമ്മിഷ്ഠനായിരിക്കുക മാത്രമല്ല, ലോകത്തെ മുഴുവനും ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ സഞ്ചരിപ്പിക്കും. വർണ്ണാശ്രമാദി ധർമ്മമാർഗങ്ങളുടെ അതിർത്തികളെ സംരക്ഷിക്കും. ധർമ്മമാർഗങ്ങളെ വിരോധിക്കുന്നവരെ ശാസിക്കും. അതിനാൽ ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാകുന്നു. ഏഷ വൈ ലോകപാലാനാം ബിഭർത്തേകസ്തനൗ തനുഃ കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. ഇദ്ദേഹം അന്യസഹായത്തെ അപേക്ഷിക്കാതെ ഏകനായിട്ടു തന്നെ യത്നാദി ധർമാനുഷ്ഠാനങ്ങളെ മുടക്കം കൂടാതെ ഇഹലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിനാൽ ദേവലോകത്തിനും വൃഷ്ട്യാദികളെ കൊണ്ട് ഈ ലോകത്തിനും ഹിതത്തെ ജനിപ്പിക്കുന്നവനാകയാൽ സൂര്യൻ, ചന്ദ്രൻ മുതലായ ലോകപാലകന്മാരുടെ അംശങ്ങളെ സ്വശരീരത്തിൽ വഹിച്ചിരിക്കുന്നുവെന്ന് അതാതുകാലത്തിൽ ആവശ്യമായിരിക്കുന്ന അതാതു പ്രവൃത്തികൾ നിമിത്തം ലോകത്തിൽ സ്പഷ്ടമായി അറിയപ്പെടും. വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവദ്ദിഭുഃ. സകല ഭൂതങ്ങളിലും രാഗദ്വേഷാദി ഭാവങ്ങളില്ലാതെ സമനായിരിക്കുന്ന ഇദ്ദേഹം സൂര്യനെപ്പോലെ സർവരിലും സ്വപ്രതാപത്തെ പ്രകാശിപ്പിക്കും. സൂര്യൻ കിരണങ്ങൾ കൊണ്ട് സമുദ്രാദി ജലാശയങ്ങളിൽ നിന്ന് ജലത്തെ വലിച്ചെടുക്കുന്നതുപോലെ ഇദ്ദേഹം സമൃദ്ധികാലത്തിൽ പ്രജകളിൽ നിന്ന് കരം പിരിച്ചെടുക്കും. വർഷകാലത്തിൽ സൂര്യൻ ജലത്തെ ലോകത്തിൽ വിട്ടുകൊടുക്കുന്നതുപോലെ ക്ഷാമകാലത്തിൽ പ്രജകൾക്ക് ധനം ദാനം ചെയ്തു സംരക്ഷിക്കും. ഈ പ്രവൃത്തികൾ നിമിത്തം സൂര്യസാദൃശ്യം രാജാവിനുണ്ടെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. തിദിശ്യത്യക്രമം വൈന്യ ഉപര്യാക്രമതാമഭി ഭൂതാനാം കരുണശശ്വത് ആർത്താനാം ക്ഷിതിവൃത്തിമാൻ. സങ്കടപ്പെടുന്ന പ്രാണികളുടെ നേരെ കരുണാശീലനും ഭൂമിദേവിയെപ്പോലെ സർവദാ ക്ഷമിക്കുന്നവനുമായ വേനാംഗജാതനായ ഈ മഹാൻ കാൽകൊണ്ട് ശിരസിൽ ചവിട്ടുന്നവരുടെ നേരെയും ക്ഷമ കാണിക്കും. ഇതിനാൽ ക്ഷിത്യംശം ഇദ്ദേഹത്തിലുണ്ട് എന്ന് കാണിച്ചു. ദേവേ വർഷത്യസൗ ദേവോ നരദേവ വപുർഹരിഃ കൃച്ഛ്രപ്രാണ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവത്. വർഷാധിപതിയായ ദേവേന്ദ്രൻ കാലത്തിൽ വർഷിക്കാതെയിരിക്കുമ്പോൾ കഷ്ടത്തിലകപ്പെട്ടിരിക്കുന്ന പ്രജകളെ രാജസ്വരൂപത്തെ ധരിച്ച് അവതരിച്ചിരിക്കുന്ന ശ്രീഹരിയായ ഈ മഹാൻ പ്രയാസം കൂടാതെ ഇന്ദ്രനെപ്പോലെ സ്വശക്തിയാ വർഷത്തെ ജനിപ്പിച്ചിട്ട് രക്ഷിക്കും. അതിനാൽ ഇന്ദ്രാംശവും ഇദ്ദേഹത്തിലുണ്ടെന്ന് വന്നു. ആപ്യായയത്യസൗ ലോകം പതനാമൃതമൂർത്തിന സാനുരാഗാവലോകേന വിശദസ്മിതചാരുണാഃ.
ചന്ദ്രാംശം രാജാവിലുണ്ടെന്ന് കാണിക്കുന്നു. ശുദ്ധമായ മന്ദഹാസമാകുന്ന ചന്ദ്രിക നിമിത്തം മനോഹരമായും സ്നേഹസൂചകമായിരിക്കുന്ന കടാക്ഷത്തോടുകൂടിയും ഇരിക്കുന്ന മുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് ഈ രാജാവ് ലോകത്തെ ആനന്ദിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖത്തെ ദർശിക്കുന്നതുകൊണ്ട് തന്നെ ലോകം ചന്ദ്രദർശനത്താൽ എന്ന പോലെ സന്തോഷിക്കുന്നതിനാൽ ചന്ദ്രാംശം ഇദ്ദേഹത്തിലുണ്ട്. അവ്യക്തവത്മൈഷ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്തഃ അനന്തമാഹാത്മ്യഗുണൈകധാമ പൃഥുപ്രചേത ഇവ സംവൃതാത്മാ. ഇദ്ദേഹം ഏതു വഴിക്ക് സഞ്ചരിക്കുന്നു, ഏതു വഴിക്ക് വരുന്നുവെന്ന് അന്യന്മാർക്ക് അറിയുവാൻ കഴിയുകയില്ല. എന്താണ് പ്രവർത്തിപ്പാൻ ഭാവിക്കുന്നതെന്ന് പുറത്തേക്ക് പ്രകാശിപ്പിക്കുകയുമില്ല. ഈ പ്രവൃത്തി എന്തിനായിട്ട് ചെയ്യുന്നുവെന്ന് ബലം കൊണ്ട് മാത്രമല്ലാതെ മറ്റൊരു വിധത്തിലും അറിയപ്പെടുവാൻ കഴിയാത്ത കാര്യങ്ങളെ മാത്രമേ ചെയ്യുകയുള്ളൂ. അപരിച്ഛിന്നമായ മാഹാത്മ്യത്തിനും ഗുണങ്ങൾക്കും ഏകമായ ആസ്പദവുമാകുന്നു. ഇപ്രകാരമിരിക്കുന്ന പൃഥുമഹാരാജാവ് വരുണനെ പോലെ പുറമെ പ്രകാശിപ്പിക്കപ്പെടാത്ത സ്വരൂപത്തോടു കൂടി ഇരിക്കുന്നവനാകുന്നു. ദുരാസദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവാഭിഭവിതും ശക്യോ വേനാരണ്യുത്തിതോ നലഃ. വേനനാകുന്ന അരണിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ മഹാരാജാവ് അഗ്നിതുല്യനാകുന്നു. എന്തുകൊണ്ടെന്നാൽ ശത്രുക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ അരികത്ത് പോവാൻ കഴിയില്ല. ഇദ്ദേഹം വിടുന്ന ശസ്ത്രവർഷത്തെ ശത്രുക്കൾക്ക് സഹിപ്പാനും സാധിക്കുകയില്ല. അരികത്തിരിക്കുന്നുവെങ്കിലും ശത്രുക്കൾക്ക് അടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് ദൂരസ്ഥന് തുല്യം തന്നെ. ആർക്കും ഇദ്ദേഹത്തെ ധിക്കരിപ്പാൻ സാധിക്കുകയില്ല. ഈ സംഗതികൾ നിമിത്തം അഗ്നിസാദൃശ്യം ഈ ചക്രവർത്തിക്കുണ്ടെന്ന് തെളിയുന്നു. അന്തർബഹിശ്ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈഃ ഉദാസീനൈവാധ്യക്ഷോ വായുരാത്മൈവ ദേഹിനാം. സകല പ്രാണികളും ഉള്ളുകൊണ്ടും പുറംകൊണ്ടും ആരംഭിക്കുന്ന കർമ്മങ്ങളെ ചാരപുരുഷന്മാർ മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഉദാസീനാവസ്ഥയിലിരിക്കുന്ന ഇദ്ദേഹം പ്രാണികളുടെ ഉള്ളിലും പുറത്തും വ്യാപരിക്കുന്ന സൂത്രാത്മാവായ വായുവെന്ന പോലെ ഇരിക്കുന്നു. നാദണ്ഡ്യം ദണ്ഡയത്യേഷ സുതമാത്മദ്യുഷാമഭി ദണ്ഡയത്യാത്മജമഭി ദണ്ഡ്യം ധർമ്മപദേ സ്ഥിതഃ. യമധർമ്മ രാജാവിനെ പോലെ ധർമ്മം തെറ്റാതെ പ്രജകളെ രക്ഷിക്കുന്ന ഇദ്ദേഹം ശിക്ഷാർഹനല്ലാത്ത ഒരുവൻ സ്വശത്രുപുത്രനായിരുന്നാലും അവനെ ശിക്ഷിക്കയില്ല. ശിക്ഷിപ്പാൻ അർഹനാണെന്ന് കണ്ടാൽ സ്വപുത്രനായിരുന്നാലും അവനെ ശിക്ഷിക്കും. സ്വശത്രുപുത്രൻ സ്വപുത്രൻ രണ്ടുപേരും ഈ രാജാവിന് തുല്യൻ തന്നെ എന്ന് കാണിപ്പാനാണ് സുതമാത്മദ്യുഷാമഭി എന്ന് പറയുന്നത്. അസ്യാ പ്രതിഹതം ചക്രം പൃഥോ രാമാനസാചലാത് വർത്തതേ ഭഗവാനർക്കോ യാവത്തപതിഗോ ഗണൈഃ. ഈ പൃഥുമഹാരാജാവിൻ്റെ ആജ്ഞയും സൈന്യവും രഥചക്രവും ഭഗവാൻ സൂര്യരശ്മികൾ കൊണ്ട് ഏതു ഭാഗം വരെ വ്യാപിക്കുന്നുവോ ആ മാനസപർവ്വതം വരെ തടസ്സമില്ലാതെ വ്യാപരിക്കും. രഞ്ജയിഷ്യതി യല്ലോകം അയമാത്മവിചേഷ്ടിതൈഃ അദമുമാഹു രാജാനം മനോരഞ്ജനകൈ പ്രജാഃ. ഇദ്ദേഹം ലോകത്തെ തന്നിൽ അനുരഞ്ജിപ്പിക്കുന്ന ധർമ്മപരിപാലന പ്രവർത്തികൾ കൊണ്ട് സന്തോഷിപ്പിക്കും. അതുനിമിത്തം പ്രജകൾ ഇദ്ദേഹത്തെ രാജാവെന്ന് പറയും. ഇദ്ദേഹത്തിൽ രാജശബ്ദം അർത്ഥവത്തായി ഭവിക്കും. ദൃഢവ്രതഃ സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവകഃ ശരണ്യഃ സർവഭൂതാനാം മാനദോ ദീനവത്സലഃ. ഇദ്ദേഹം സ്വധർമാനുഷ്ഠാനത്തിൽ ദൃഢനിശ്ചയമുള്ളവനും സത്യം വിടാത്തവനും ബ്രാഹ്മണഭക്തനും വയസ്സുകൊണ്ടും അറിവുകൊണ്ടും മേന്മയുള്ളവരെ ഉപചരിക്കുന്നവനും സകല ഭൂതങ്ങൾക്കും രക്ഷയെ നൽകുന്നവനും അവയ്ക്കെല്ലാം യഥോചിത സൽക്കാരം ചെയ്ത് മാനിക്കുന്നവനും ദുഃഖിതന്മാരിൽ കാരുണ്യവും വാത്സല്യവും വിശേഷിച്ച് പ്രകാശിപ്പിക്കുന്നവനും ആയിരിക്കും. മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാമർദ്ദ ഇവാത്മനഃ പ്രജാസു പിതൃവത് സ്നിഗ്ധഃ കിങ്കരോ ബ്രഹ്മവാദിനാം. ഈ മഹാരാജാവ് പരസ്ത്രീകളിൽ സ്വമാതാവിലെന്ന പോലെ ഭക്തിയുള്ളവനും സ്വഭാര്യയിൽ സ്വശരീരത്തിൻ്റെ അർദ്ധാംശത്തിലെന്ന പോലെ പ്രീതിയുള്ളവനും സ്വപ്രജകളിൽ അവരുടെ പിതാക്കന്മാരെ പോലെ സ്നേഹമുള്ളവനും വേദജ്ഞന്മാരുടെ കിങ്കരനുമായിരിക്കും. ദേഹിനാം ആത്മവത് പ്രേഷ്ടഃ സുഹൃദാം നന്ദിവർദ്ധനഃ മുക്തസംഗപ്രസംഗോയം ദണ്ഡപാണിരസാധുഷു. സകല ശരീരികളും അവരുടെ ആത്മാവിനെ എന്ന പോലെ ഈ രാജാവിനെ സ്നേഹിക്കും. സുഹൃജനങ്ങൾക്ക് ഇദ്ദേഹം സുഖത്തെ വർദ്ധിപ്പിക്കും. വിഷയസംഘം ഉപേക്ഷിച്ചിരിക്കുന്ന ജ്ഞാനികളിൽ പ്രകൃഷ്ടമായ ചേർച്ചയുള്ളവനായിരിക്കും.
ദുർവ്യാപാരത്തിൽ ഏർപ്പെടുന്നവരിൽ ഇദ്ദേഹം അന്തകതുല്യനുമായിരിക്കും. അദണ്ഡിനെ ദണ്ഡിക്കയില്ലെന്ന് മുമ്പ് പറഞ്ഞതിൽ പക്ഷപാതമില്ലായ്മയും അസാധുഷു ദണ്ഡപാണിരിവ എന്നതുകൊണ്ട് അപരാധികളെ ഉപേക്ഷിക്കുകയില്ല എന്നും കാണിച്ചു. അയം തു സാക്ഷാൽ ഭഗവാൻ ശ്രീധീശഃ കൂടസ്ഥ ആത്മാ കലയാവതീർണഃ യസ്മിന്ന വിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാർത്ഥം അഭിപ്രതീതം. ഈ മഹാരാജാവാകട്ടെ അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ടതും പരമാർത്ഥമെന്ന പോലെ പ്രകാശിക്കുന്നതുമായ ഈ കാണപ്പെടുന്ന നാനാത്വം യാതൊരുവനിൽ ഇല്ലയോ? സത്വാദി ഗുണത്രയങ്ങളുടെ നിയന്താവും നിർവികാരനും കൂടസ്ഥനും അന്തര്യാമിയുമായ ആ സാക്ഷാൽ ഭഗവാന്റെ അംശത്തോടുകൂടെ അവതരിച്ചവനാകുന്നു. അയംബുവോ മണ്ഡലമോദയാദ്രേർ ഗോപ്തൈകവീരോ നരദേവനാഥഃ ആസ്ഥായ ജൈത്രം രഥമാതചാപഃ പര്യസ്യതേ ദക്ഷിണതോ യഥാർക്കഃ. നിസ്തുല്യ പരാക്രമശാലിയും രാജാതിരാജനുമായ ഈ ചക്രവർത്തി ഏകനായിട്ട് ഉദയപർവ്വതം മുതൽക്കുള്ള ഭൂമണ്ഡലത്തെ ധർമ്മപ്രകാരം പരിപാലിക്കും. അതിനു വേണ്ടിയിട്ട് കയ്യിൽ ചാപബാണങ്ങളെ പിടിച്ച് ജയപ്രദമായ തേരിലിരുന്ന് സൂര്യനെപ്പോലെ വലത്തുഭാഗമായിട്ട് ഭൂപ്രദക്ഷിണം ചെയ്യും. അസ്മൈ നിർബാല കില തത്ര തത്ര ബലിം ഹരിഷ്യന്തി സലോകപാലാഃ മംസന്ധ്യേഷാം സ്ത്രിയ ആദിരാജ ചക്രായുധം തദ്യശ ഉദ്ധരന്ത്യഃ. ലോകരക്ഷാർത്ഥം ജൈത്രരഥത്തിലിരുന്ന് ഭൂപ്രദക്ഷിണം ചെയ്യുന്ന സമയം പൂർവാദി ദിക്കുകളിൽ ഈ മഹാനായ ചക്രവർത്തി എത്തുമ്പോൾ ആ ദിക്കിൻ്റെ അധിപനായ ദിക്പാലനും അവിടെ പരിപാലിക്കുന്ന സാമന്ത രാജാക്കന്മാരും ഇദ്ദേഹത്തിന് കപ്പം സമർപ്പിച്ചു പൂജിക്കും. ഈ മഹാരാജാവിൻ്റെ കീർത്തിയെക്കുറിച്ച് ഗാനം ചെയ്യുന്ന ആ രാജപത്നികൾ ആദിരാജാവായി അവതരിച്ചിരിക്കുന്ന ചക്രായുധനാണിവൻ എന്നറിയും. അയം മഹിംഗാം ദുദുഹേതിരാജഃ പ്രജാപതിർവൃത്തികരപ്രജാനാം യോ ലീലയാദ്രീൻ സ്വശരാസകോട്യ ബിന്ദൻ സമാം ഗാമകരോദ്യതേന്ദ്രഃ. രാജാതിരാജനായ ഇദ്ദേഹം പ്രജകൾക്ക് വേണ്ടുന്ന ഉപജീവനദ്രവ്യങ്ങളെ സമ്പാദിച്ച് അവരെ വേണ്ടതുപോലെ രക്ഷിപ്പാൻ വേണ്ടിയിട്ട് പശുരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭൂമിയെ കറക്കും. ഇന്ദ്രൻ വജ്രായുധം കൊണ്ടെന്ന പോലെ ഇദ്ദേഹം തൻ്റെ വില്ലിൻ്റെ അഗ്രത്താൽ പ്രയാസം കൂടാതെ പർവ്വതാദികളെ തട്ടിനിരത്തിയിട്ട് ഭൂമിയെ സമപ്രദേശമാക്കി തീർക്കും. വിസ്ഫുർജയന്നാജഗവം ധനുസ്വയം യഥാചരശ്മാമവിഷഹ്യമാജൗ തഥാ നിലില്ലുർദിശിദിശ്യ സന്തോ ലാംഗൂലമുദ്യമ്യ യഥാ മൃഗേന്ദ്രഃ. ഈ ചക്രവർത്തിയുടെ നേരിട്ടു നിൽക്കാൻ ലോകത്തിൽ ആരുമുണ്ടാകുകയില്ല. സിംഹം വാലുയർത്തി അലറിക്കൊണ്ട് കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ക്ഷുദ്രമൃഗങ്ങൾ ഓടുന്നത് പോലെ ഈ വീരാഗ്രഗണ്യൻ സ്വധനുസ്സിനെ ശബ്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ആ ഡങ്കാരനാഥ ശ്രവണത്താൽ തന്നെ രാജ്യദ്രോഹികൾ ദിക്കുതോറും പാഞ്ഞൊളിക്കും. യേശോശ്വമേധാൻ ശതമാജഹാര സരസ്വതി പ്രാദുരഭാവിയത്ര അഹാരഷീദ്യസ്യ ഹയം പുരന്ദരഃ ശതക്രതുശ്ചരമേ വർത്തമാനേ. സരസ്വതി നദി ഉത്ഭവിച്ചിരിക്കുന്ന സ്ഥാനത്തിൽ ഇദ്ദേഹം 100 അശ്വമേധം നടത്തും. 100ാമത്തെ യാഗത്തിന് സഞ്ചരിപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അശ്വത്തെ ഇന്ദ്രൻ അപഹരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രൻ 100 അശ്വമേധം നടത്തിയിട്ടാണ് ആ സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത്. സ്വസ്ഥാനത്തെ ഇദ്ദേഹം അപഹരിക്കും എന്ന ഭയത്താൽ 100ാമത്തെ യാഗത്തെ മുടക്കാൻ കുതിരകളെ അപഹരിക്കും. ഏഷ സ്വസദ്മോപവനേ സമേത്യ സനത്കുമാരം ഭഗവന്തമേകം ആരാധ്യ ഭക്ത്യാ ലഭതാമലം തജ്ഞാനം യദോ ബ്രഹ്മ പരം വിദന്തി. ഇദ്ദേഹം സ്വരാജധാനിയുടെ സമീപത്തുള്ള പൂങ്കാവിൽ വെച്ച് ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനും ഏകനുമായ സനൽകുമാരനെ പ്രാപിച്ച് ഭക്തിപൂർവം പൂജിച്ച് നിർമ്മലമായ ഏതൊരു ജ്ഞാനത്താൽ മഹാത്മാക്കൾ പരബ്രഹ്മത്തെ അറിയുന്നുവോ ആ ജ്ഞാനത്തെ പ്രാപിക്കും. തത്ര തത്ര ഗിരിസ്താസ്ത ഇതി വിശ്രുത വിക്രമഃ ശ്രോഷ്യത്യാത്മാശ്രിതാഗാദാഃ പൃഥു പൃഥു പരാക്രമഃ. ഇപ്രകാരം ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന മഹാപരാക്രമങ്ങളോടുകൂടിയ ഈ പൃഥുചക്രവർത്തി സഞ്ചരിക്കുന്ന അതാത് ദിക്കുകളിൽ തന്നെ ആശ്രയിച്ച് മഹാകവികൾ നിർമ്മിച്ചിരിക്കുന്ന പ്രബന്ധ കീർത്തനങ്ങളെ കേൾക്കും. ദിശോ വിജിത്യ പ്രതിരുദ്ധചക്രഃ സ്വതേജസോത്പാടിതലോകശല്യഃ സുരാസുരേന്ദ്രൈർ ഉപഗീയമാന മഹാനുഭാവോ ഭവിതാപതിർഭുവഃ.
ഈ മഹാരാജാവ് സർവ്വദിക്കുകളിലുമുള്ള സാമന്തന്മാരെ ജയിച്ചിട്ട് തൻ്റെ ആജ്ഞയെ സർവത്ര നിർബാധമായി ഉറപ്പിക്കുന്നവനും സ്വപരാക്രമത്താൽ ലോകത്തെ ഉപദ്രവിക്കുന്ന ദുർജനങ്ങളെ നിശ്ശേഷം മൂലത്തോടുകൂടെ നശിപ്പിക്കുന്നവനും ദേവന്മാരിലും അസുരന്മാരിലും അധിപന്മാരായിരിക്കുന്നവരാൽ കീർത്തിക്കപ്പെടുന്ന മഹത്തായ അനുഭാവത്തോടു കൂടിയവനുമായ ലോകപാലകനായിട്ട് ഭവിക്കും. രാജാവിൻ്റെ പ്രഭാവത്തെ വർണ്ണിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. 16-ാമത്തെ അധ്യായം സമാപിച്ചു. 17-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.